ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ്. നമ്മൾ മിഠായിത്തെരുവിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. എൻ്റെ പിന്നിലുള്ളത് കോഴിക്കോട് കുറ്റിച്ചിറയിലെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു പള്ളിയാണ്. മിഷക്കൽ പള്ളിയാണിത്. ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കം ചെന്നൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയുടെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറി ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമല്ല. എന്നിരുന്നാലും നമുക്ക് ഈ പള്ളിയുടെ പുറത്തെ കാഴ്ചകളും പിന്നെ ഈ പള്ളിയുടെ ചരിത്രമൊക്കെ നമുക്ക് ഇവിടുത്തെ ആളുകളോട് കൂടുതലായിട്ടൊന്ന് ചോദിച്ചറിയാം. ഈ കാണുന്നതാണ് കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള മിഷക്കൽ പള്ളി എന്നറിയപ്പെടുന്ന ചരിത്ര പ്രാധാന്യമുള്ള പള്ളി. ആദ്യം കാണുമ്പോൾ ഇതൊരു എന്താ പറയുക, ശരിക്കും ഒരു അമ്പലമാണോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഹിന്ദു ആരാധനാലയമാണോ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ് വരിക. ആ ഒരു രീതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഈ പള്ളിയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഈ പള്ളിയുടെ രണ്ട് വശങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു ഫലകം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു വശത്ത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മറ്റേ ഭാഗത്ത് മലയാളത്തിലും ഇവിടുത്തെ ചരിത്രം, കോഴിക്കോടിൻ്റെ ചരിത്രവും ഈ പള്ളി നിർമ്മിക്കാനുണ്ടായ കാരണങ്ങളും അതുപോലെ ഈ പള്ളിക്ക് കാലക്രമേണ വന്ന മാറ്റങ്ങളൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് 9 ചെറിയ വാതിലുകളാണ് ഈ പള്ളിക്ക് മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മറുവശത്തും ഇതുപോലെ തന്നെയാണ്. ഈ ചെറിയ ആർച്ച് പോലുള്ള വാതിലുകൾ തന്നെയാണ് മറുവശത്തും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ പള്ളിയിലേക്ക് നമുക്ക് പുറമെ നിന്നുള്ള വിസിറ്റേഴ്സിന് അവർ അലൗ ചെയ്യുന്നില്ല. മീൻസ് അതായത് കയറി കാണാം, പക്ഷേ വീഡിയോ എടുക്കാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് അവർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് മിഷക്കൽ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള വളരെ പ്രശസ്തമായ കുറ്റിച്ചിറ കുളത്തിൻ്റെ അടുത്താണ്. കുറ്റിച്ചിറ കുളം എന്ന് പറയുമ്പോൾ ഇവിടെ കോഴിക്കോട്ടുകാർക്കും പിന്നെ കോഴിക്കോട് പരിചയമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് കുറ്റിച്ചിറ കുളം. ഇത് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു എന്താ പറയുക കുളമാണ്. ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ ഈ കുളത്തിന് പറയാനുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ കുളം ഇത്ര നവീകരിച്ചത്. ഈ അടുത്ത കാലത്താണ് ഈ കുളം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞത്. ഇതുപോലെ ഒരുപാട് പടിപ്പുരകൾ ഈ ഒരു വശത്താണ് കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരുപാട് പടിപ്പുരകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് കസേരകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ മണ്ഡപങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ആളുകൾക്ക് അവർ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഈ കുറ്റിച്ചിറ കുളത്തിന് ചുറ്റുമാണ് കുറ്റിച്ചിറ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. അത് ഇവിടത്തേക്കും പിന്നെ കോഴിക്കോട് പരിചയമുള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ പോലെ വളരെ വലിയൊരു കുളമാണത്. അതായത് അഴുക്കും ഇതൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവർ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ഓരോ എന്താ അതിന് പറയുക, നമ്മുടെ കുളത്തിന് കുളപ്പുര എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവങ്ങളാണ് ഇവിടെ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കാരണം കുറച്ച് പേരുണ്ട് ഇവിടെ ഇരിക്കുന്നു, കുറച്ചാൾ ഉറങ്ങുന്നു. ഇതിങ്ങനെ ഈ ലൈനിൽ ഫുൾ അതുവരെയും 5-6 ഇതുപോലെ കുളപ്പുരകൾ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക, ഈ പള്ളിയെ ചുറ്റിപ്പറ്റി പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ കുറ്റിച്ചിറ ടൗണും ഈ പള്ളി ഈ കുളത്തിനെയൊക്കെ ചുറ്റിപ്പറ്റി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറ്റിച്ചിറ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ ബീച്ചിൽ വന്നിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് കുറ്റിച്ചിറയിലേക്ക് വന്നത്. പക്ഷെ കുറ്റിച്ചിറ വന്നപ്പോൾ നമുക്ക് പള്ളിക്കകത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല. കാരണം അവർ വിസിറ്റേഴ്സിന് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ അലൗ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല, അവിടെ പുറത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ കുറ്റിച്ചിറ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ പിന്നെ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാണ്. നേരെ പോകുന്നത് വെള്ളയിൽ ഹാർബറിലേക്കാണ്. കാരണം അവിടെ നമുക്ക് ഇവിടുത്തെ 2 ഹാർബർ ഉണ്ട്, വെള്ളയിൽ ഹാർബറും പുതിയാപ്പ ഹാർബറും. ഈ വെള്ളയിൽ ഹാർബർ ചെറിയൊരു ഹാർബറാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് കാണാൻ പറ്റുമോ നോക്കാം. അതായത് ഇപ്പോൾ വൈകുന്നേരം 4 മണിയോട് അടുപ്പിച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീച്ചിൻ്റെ ഈ എൻഡിലാണ് ഈ വെള്ളയിൽ ഹാർബർ വരുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലും ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ അത് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അവിടെ വരുന്ന പോയിട്ട് നോക്കാം. മീനുമായിട്ട് വന്ന ബോട്ടുകളാണ്. അവർ മീന് കരയിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ സംഭവങ്ങളൊക്കെ. ഒരുപാട് ബോട്ടുകളുണ്ട്. ഈ വന്ന ബോട്ടുകളിലെല്ലാം ഇന്ന് ഇവർക്ക് കിട്ടിയതൊക്കെ കുഞ്ഞമ്മത്തിയാണെന്നാണ് പറയുന്നത്. നല്ല എന്താ പറയുക, നല്ല കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കുഞ്ഞമ്മത്തിയാണെന്ന് പറയുന്നത്. ഇത്രയും ബോട്ടുകളിൽ വന്നതൊക്കെ കുഞ്ഞമ്മത്തിയാണെന്ന് പറയുന്നത്. അതുപോലെ അവർ നേരെ ബോട്ടിൽ നിന്ന് നേരെ ഐസിട്ട് നേരെ ട്രക്കിലേക്കാണ് ഇവർ കയറ്റുന്നത്.
പിന്നെ ഇവിടെയൊക്കെ ആളുകൾ അത് ലേലം ചെയ്യുന്നു, അതിൻ്റെ എന്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ബോട്ടിൽ നിന്ന് നേരിട്ട് ലോറിയിലേക്കാണ് ഇവർ നേരെ മീൻ കയറ്റുന്നത്. നല്ല തിരക്കുണ്ട്. ഇത്രയും ബോട്ടിൽ ഇവർക്ക് ഇന്ന് കിട്ടിയതൊക്കെ ചെറിയ മത്തിയാണെന്നാണ് പറഞ്ഞത്. ഈ ബോട്ടിലൊക്കെ മത്തികളാണ്. കൊട്ട നിറയെ മത്തിയായിട്ട് ചേട്ടൻ പോവുകയാണ്. ഇവിടെ ഒരു നേരെ ലോറിയിലേക്ക് കയറ്റാണ്. തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ വണ്ടികളുണ്ട്, അതിലൊക്കെ കയറ്റി. ഇവിടെ മത്തി ലേലം ചെയ്ത മത്തികൾ ഒരു മാറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഒരു കൊട്ടയിൽ നിറച്ചും അയിലയാണ്, ഫ്രഷ് അയില. ഇപ്പൊ കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന അയിലയാണ് ഈ സംഭവം. ഹാർബറിൽ നിന്ന് എന്തായാലും ഇറങ്ങി, കാരണം ഇവിടെ നമുക്ക് അധിക സമയം നിൽക്കാൻ പറ്റില്ല, കാരണം ഹെവി സ്മെല്ലാണ്. നല്ല മീനിൻ്റെ അല്ല, ഇവിടെ ഈ ചത്ത മീനും അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല മണമാണ്. അപ്പോൾ നമുക്കത് അടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, കാരണം നമുക്കത് അങ്ങനെ ശീലമല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ നമ്മുടെ ബീച്ചിലേക്കാണ് പോകുന്നത്, കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ വെള്ളയിൽ ഭാഗത്തുള്ള ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗം ബീച്ച് വളരെ ഡേറ്റിയാണ്, കണ്ടില്ല, എല്ലാവരും കച്ചറ ഈ ഒരു മൊത്തം ഈ മണലിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിട്ടേ മൊത്തം അലങ്കോലാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ചും കൂടി വൃത്തിയുള്ളൊരു ഭാഗമാണ്. നമ്മൾ കുറച്ചും കൂടി ആ സ്റ്റേജൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് എത്തുമ്പോൾ കുറച്ചും കൂടി വൃത്തിയുണ്ട്. ഈ ഒരു ഭാഗം മൊത്തം എന്താ പറയുക, അത് വൃത്തികേടാക്കിയിട്ട് കുപ്പിയും പ്ലാസ്റ്റിക്കും കവറുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വളരെ അലങ്കോലാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ ബീച്ചിൻ്റെ മറ്റേ അറ്റത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെയിലിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വെയിലുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 4:45 ആയിട്ടുണ്ട്. കണ്ടില്ലേ, കടലിലൊക്കെ നിറയെ പേര് കുളിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മുമ്പിൽ കുറേ പേരുണ്ട്, ഞാൻ കാണിച്ചു തരാം. കാരണം വൈകുന്നേരം ആവുന്നതോടും തിരക്ക് കൂടി വരുന്നുണ്ട്. ഒന്നാമത് ഇപ്പോൾ അവധി ദിവസങ്ങളും കൂടിയല്ലേ, ഓണത്തിൻ്റെ അവധി, അതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂള് അടച്ച അവധി. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ബീച്ചിൽ നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോൾ തിരക്കുള്ള ഭാഗത്തേക്ക് എത്തുന്നേ ഉള്ളൂ. മുന്നോട്ട് പോകുന്തോറും ഇതുപോലുള്ള കടകൾ ബീച്ചിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഉപ്പിലിട്ടതും അതുപോലെ കളർ സർബത്തും ഐസ് ചുരണ്ടിയതും അങ്ങനെയുള്ള കുറേ കോഴിക്കോടിൻ്റെതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഷോപ്പുകൾ നിറയെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. കക്കരിക്ക, അതുപോലെ പൈനാപ്പിള്, തണ്ണിമത്തൻ, പപ്പായ, ഇതൊക്കെ സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പിലിട്ട സംഭവങ്ങൾ, നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ, മുളക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ട് ഇതുപോലുള്ള ഷോപ്പുകളാണ്. അവിടെ തൊട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ ഇങ്ങനത്തെയുള്ള ഷോപ്പുകൾ തന്നെയാണ്, അറ്റം വരെയുണ്ട്. കടൽ തീരത്ത് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിവിടെ വൃത്തിയില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടേക്കൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്ക് നീറ്റാണ്, അത്യാവശ്യം നീറ്റാണ്. നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ ആ ഒരു ഭാഗം അവിടെ വളരെ ഡേറ്റിയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം തിരക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. കുറേ പേര് കടലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ടങ്ങോട്ട് ഒത്തിരി പേര് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ഓഡിറ്റോറിയം, അതിൻ്റെ സ്റ്റേജാണ്. 2021 ഉദ്ഘാടനം കഴിഞ്ഞാണ് ഈ സ്റ്റേജ്. അത് ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇവിടുത്തെ പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കലുണ്ട്. അത് കുറേ പേർക്ക് അറിയുന്ന സംഭവങ്ങളാണ്, ഞാൻ അതിന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് 2021 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് കോഴിക്കോടിന് സമർപ്പിച്ചത്, ഈ ഒരു സംഭവം, ഓപ്പൺ ഓഡിറ്റോറിയം. ഇതാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്തുള്ള കാഴ്ചകൾ. ഇവിടെയൊക്കെ പോകണില്ലേ, കുറേ പേര് ഇരിക്കുന്നുണ്ട്. വെയിലിൻ്റെ ഒക്കെ ഇതുകൊണ്ടായിരിക്കാം കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഇതാണ് 2021 ഈ ഓപ്പൺ ഓഡിറ്റോറിയം ഓപ്പൺ ആയത്. ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കോഴിക്കോടിൻ്റെ തനത് സ്നാക്സ് ആയിട്ടുള്ള കല്ലുമ്മക്കായകൾ, അതുപോലെ വേറെ കുറേ സാധനങ്ങൾ, അതുപോലെ കാടമുട്ട മസാല നിറച്ചത്, അതുപോലെ പട്ടാണി, ഇതൊക്കെ. ഈ പട്ടാണി ഇത് എന്തിൻ്റെ കൂടെ തരുന്ന, അതിലെന്തൊക്കെയാ ഉണ്ടാവുന്നത്?
ആ അതെ, എങ്ങനെയാ സ്പൈസി അത്? അതെ, ആ ഓക്കെ ഓക്കെ. ആ ഇവിടുത്തെ സ്പെഷ്യൽ കുറച്ച് സംഭവങ്ങളൊക്കെയാണിത്. ഇതാണ് കല്ലുമ്മക്കായ. എന്തായാലും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഇവർ ഫില്ല് ചെയ്തിട്ടുള്ളത്. നമ്മളതിന് തോട് മാറ്റിയിട്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത്. കല്ലുമ്മക്കായ വാങ്ങിയിരിക്കുകയാണ്. സംഭവം ഇതിലാണ് കുറച്ച് അവർ ഫില്ല് ചെയ്തിട്ടൊക്കെയാണ്. ഇതിലൊക്കെ എന്താണ് ഫില്ല് ചെയ്യുന്നത് അറിയില്ല. റൈസ് എന്തൊക്കെയാണ് തോന്നുന്നത്. സംഭവം കൊള്ളാം, ടേസ്റ്റാണ്. ഇതിവിടുത്തെ മസാല കാടമുട്ടയാണ്, മസാല പരട്ടിയ കാടമുട്ടയാണ്. സംഭവം ചെറിയ സ്പൈസി ഉള്ളൂ, പക്ഷെ സാധനം നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ 5 മണി കഴിഞ്ഞു. വൈകുന്നേരം ആവുന്തോറും ബീച്ചിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായി. നല്ല ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ എണ്ണപ്പലഹാരങ്ങളും അതുപോലെ ഈ ഉപ്പിലിട്ട കാര്യങ്ങളും അതിൻ്റെ കച്ചവടമൊക്കെ തകൃതിയായിട്ട് പൊടിക്കുകയാണ്. ഇപ്പോൾ ബീച്ചിലെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഇവിടെ തിരക്കായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കേണ്ടതുകൊണ്ട് നമ്മൾ തൽക്കാലം കോഴിക്കോട് നിന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.